എല്ലാവർക്കും വ്യാജ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ന്യൂസിലൻഡിലേക്ക് വരാനായി ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എന്തൊക്കെ സാധനങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്നും എന്തൊക്കെ ഐറ്റംസുകൾ ഇമിഗ്രേഷനിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും അവോയ്ഡ് ചെയ്യുന്നതുമായ ഐറ്റംസുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പാസ്പോർട്ട്, ഓഫർ ലെറ്റർ, ഏത് വിസയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിസ, ഈ മൂന്നും നമുക്ക് മസ്റ്റാണ്. അപ്പോൾ പാസ്പോർട്ടൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാത്തിൻ്റെയും ഓരോ കോപ്പീസും കൂടി അഡീഷണൽ ആയിട്ട് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഡ്രസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ട അത്യാവശ്യത്തിന് വേണ്ട ഡ്രസ്സുകൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക. ഇവിടെ വന്നിട്ട് നമ്മൾ വാങ്ങാനായിട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ആണ് അതിൻ്റെ കോസ്റ്റിൽ. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് വിൻ്റർ ജാക്കറ്റും, പഫർ ജാക്കറ്റ്, ഫ്ലീസ്, ഗ്ലൗസ്, ബനിയൻസ്, ഹുഡീസ്, തെർമൽസ്, ഫുൾ സ്ലീവിൻ്റെയോ ഹാഫ് സ്ലീവിൻ്റെയോ, പിന്നെ സോക്സ് വിൻ്ററിനും, അതുപോലെ തന്നെ വൂളൻ ആയിട്ടുള്ളത്, നോർമൽ സോക്സ്, ഇതെല്ലാം രണ്ടെണ്ണം വെച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷൂസ്, അതായത് സാധാരണ നഴ്സുമാരാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂണിഫോം ബ്ലാക്ക് ഷൂസാണ്. അപ്പോൾ ബ്ലാക്ക് ഷൂസ് ഒരെണ്ണം കൊണ്ടുവരിക. അതുപോലെ തന്നെ കാഷ്വലായിട്ട് സാധാ യൂസ് ചെയ്യുന്ന ഒരു ഷൂസ് കൊണ്ടുവരിക. ഫ്ലിപ്പ് ഫ്ലോപ്സ്, പിന്നെ ഇന്നർ വെയർ നാട്ടിൽ നിന്ന് തന്നെ പരമാവധി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ അവിടെ യൂസ് ചെയ്യുന്ന പാറ്റേൺ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. പിന്നെ ഹെഡ് ടവല്, ബാത്ത് ടവല്, അത്യാവശ്യത്തിന് വേണ്ട ജീൻസ്, അതിന് വേണ്ട ടോപ്സ്, യൂണിഫോം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോമും നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് നോക്കുക. ബെഡ്ഷീറ്റ്, പില്ലോ കവർ അറ്റ്ലീസ്റ്റ് 2 കൊണ്ടുവരാനായിട്ട് നോക്കുക. ഒരെണ്ണം വാഷ് ചെയ്തായാലും സ്പെയർ ആയിട്ട് നമുക്ക് ഒരെണ്ണം കയ്യിൽ വയ്ക്കാം. പിന്നെ ബ്ലാങ്കറ്റ്, ലോണ്ട്രി ബാഗ്, അയൺ ബോക്സ്, കാഷ്വൽസ്, പള്ളിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ സൽവാർ, അതുപോലെ തന്നെ സാരി ഒരെണ്ണം, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാനായിട്ട് സാരി. മറ്റൊന്നാണ് ഇനി പേഴ്സണൽ ഐറ്റംസിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, സ്ക്രബ്ബർ, ബോഡി വാഷ്, ഓയിൽ, ഒരു 100 ml പാരച്യൂട്ടിൻ്റെ ഓയിൽ, ഷാംപൂ, കണ്ടീഷണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ കൊണ്ടുവരുമ്പോൾ SPF >50 ഉള്ളത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സാനിറ്ററി പാഡ്, മെൻസ്ട്രുവൽ കപ്പ്, മേക്കപ്പ് ഐറ്റംസ്, റേസർ, ഇയർബഡ്സ്, ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, ഹെയർ ആക്സസറീസ്, ടാൽക്കം പൗഡർ, ഡിറ്റർജൻറ്റ്, പെർഫ്യൂം. ഇനി അക്കാദമിക് ഐറ്റംസ് ആണെങ്കിൽ ലാപ്ടോപ്പ് അൺഅവോയ്ഡബിൾ ആണ്. മൊബൈൽ, ചാർജർ, യൂണിവേഴ്സൽ അഡാപ്റ്റർ അറ്റ്ലീസ്റ്റ് 2 കൊണ്ടുവരിക. പവർ ബാങ്ക്, പെൻ, പെൻസിൽ, ഷാർപ്നർ, സ്കെയിൽ, ഇറേസർ, സ്റ്റാപ്ലർ, നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, എല്ലാ ഡോക്യുമെൻറ്റ്സും മറക്കാതെ കയ്യിൽ വയ്ക്കാം. അടുത്തത് കിച്ചൺ ഐറ്റംസ് ആണ്. അത്യാവശ്യത്തിന് നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം. അതായത് പ്രഷർ കുക്കർ, അത് 5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചും അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് എടുക്കുക. നൈഫ്, പാൻ, സോസ് പാൻ, പ്ലേറ്റ്, സ്പൂണ്. പ്ലേറ്റ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഓവനിലും കൂടി വെക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലേറ്റ് കൊണ്ടുവരാനായിട്ട് നോക്കുക. കപ്പ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ഫിംഗർ ക്യാപ്പ്, ടീ ബാഗ്, സിസേഴ്സ്, പിന്നെ കറി പൗഡേഴ്സ്, ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ടർമറിക്, ഗരം മസാല, ചിക്കൻ മസാല, അതെല്ലാം പറ്റുവാണെങ്കിൽ 1-2 പാക്കറ്റ്സ് കൊണ്ടുവരിക. അത്യാവശ്യത്തിന് നമുക്ക് കുറച്ച് നാളത്തേക്ക് പിടിച്ചു നിൽക്കാനായിട്ട്. പിന്നെ ടിഫിൻ ബോക്സ്, അതും അത് ഓവനിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ബൗൾസ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മുടെ മെഡിസിൻസ്. ഭയങ്കര തണുപ്പുള്ള ഒരു രാജ്യത്തേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ക്ലൈമറ്റ് ചേഞ്ചസിനോട് നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പൊടിക്കൈ കൊണ്ടോ അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ട മെഡിസിൻസ് അവനവൻ്റെ കണ്ടീഷൻ നോക്കി, ഓൾറെഡി മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ ആ മെഡിസിൻസ് വിത്ത് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ബില്ല് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ കോമൺ ആയിട്ടുള്ള മെഡിസിൻസ്, അതായത് അലർജിക്ക് ഉപയോഗിക്കുന്ന സിട്രസിനോ അല്ലെങ്കിൽ മോണ്ടിലോക്കാസ്റ്റോ ഒക്കെ, അനാൾജസിക്സ്, പാരസെറ്റമോൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. പെയിൻ ഉള്ളവരാണെങ്കിൽ പെയിൻ്റെ സ്പ്രേ അല്ലെങ്കിൽ വോളിനി ജെല്ല് അത് കൊണ്ടുവരിക. സ്റ്റീം ഇൻഹേലർ മസ്റ്റാണ്, അത് കൊണ്ടുവരിക. വിക്സ്, കഫ് ഉള്ളവരാണെങ്കിൽ കഫ് മെഡിസിൻസ് കൊണ്ടുവരിക. ബാൻഡേജ്, ഇത്രയും മെഡിസിൻസുകൾ വിത്ത് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ബില്ല് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആവശ്യത്തിന് നമുക്ക് ഡ്രസ്സൊക്കെ വല്ലതും കീറുകയാണെങ്കിൽ തുന്നാൻ വേണ്ടിയിട്ട് ഒരു സൂചി നൂല് വെക്കുക. അതുപോലെ തന്നെ സേഫ്റ്റി പിൻസ്, ഇതൊക്കെ നമുക്ക് ചെറിയ ഐറ്റംസുകൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ നമ്മൾ എഴുതി വെച്ച് ഓർത്തെടുക്കുന്നത് ഒപ്പം തന്നെ എഴുതി വെച്ച് പാക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടുത്തെ ഇമിഗ്രേഷനിൽ കൊണ്ടുവരാൻ പറ്റാത്തത് എന്ന് നോക്കുകയാണെങ്കിൽ, കുരുവുള്ള ഐറ്റംസുകൾ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ പറ്റില്ല. കുരുവുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കടുക്, അതുപോലെ തന്നെ കുരുമുളക്,
അല്ലെങ്കിൽ ഏതെങ്കിലും വിത്തുകൾ, ഇതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ കുരുമുളകൊക്കെ നമുക്ക് കറിയിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് പൗഡേർഡ് ഫോമിൽ ഒന്നല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവരിക. അത് നല്ല കമ്പനി ഐറ്റംസ് വിത്ത് എക്സ്പയറി ഉള്ളത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചക്കവറവ് അലൗഡ് അല്ല. ഫ്രഷ് ഫ്രൂട്ട്സ്, ഹണി, നട്ട്സുകൾ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, പിന്നെ ഉപയോഗിച്ച ചെരുപ്പ്, മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടുള്ള ചെരുപ്പുകൾ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും പ്ലേ ഐറ്റംസുകൾ, ഇതൊന്നും നമുക്ക് ഇവിടെ അലൗഡ് അല്ല. ഇവിടെ ബയോ സെക്യൂരിറ്റി അത്രയും സ്ട്രിക്റ്റ് ആണ്. ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഐറ്റം നമ്മൾ ബാഗിൽ വെച്ചു, അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് ഡിക്ലറേഷൻ ചെയ്യാൻ മറക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇവർ ജയിലിൽ ഇടും. അവർക്ക് എന്താണോ തോന്നുന്നത് ആ പനിഷ്മെൻ്റ് ആണ് തരിക, അല്ലെങ്കിൽ ഫൈന്, അവർ പറയുന്ന അത്ര ഫൈൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസുകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പിക്കിൾസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. കളേർഡ് ആയിട്ടുള്ള പിക്കിൾസ് അല്ലെങ്കിൽ ഫ്രഷ് പിക്കിൾസ് ആയാലും പരമാവധി അത് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ വീഡിയോസ് ലഭിക്കുന്നതിനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.